മലയാളത്തിൽ ഇപ്പം ഒരു സിനിമകളും തന്നെ ബിഫോർ റിലീസ് അങ്ങനെ സെയിലാവുന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഇത് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്കിതിന് മുന്നേ ഉള്ള സെയിലുകൾ ഇപ്പം വളരെ കുറവാണെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര പേരും നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ആൾക്കാർ. മലയാളത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഒരു ബേസിക് റെസ്പെക്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്ത് അതിനുള്ളൊരു മാർക്കറ്റ് നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സിനിമകളുടെ പ്രശ്നം. പേരേ ഉള്ളൂ, പെരുമേ ഉള്ളൂ, മാർക്കറ്റ് വരുന്നില്ല. കുടുംബത്തിൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ തറവാട് അവസ്ഥ. മിക്കവർക്കും ആ സിനിമേനേക്കാളും കൂടുതൽ ഉയരയിലെ കുട്ടി, ആ പാട്ടിലെ കുട്ടിയല്ലേ ചിലപ്പോൾ പേര് പോലും അറിയത്തില്ല, പക്ഷെ എന്നാലും ആ പാട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. എൻ്റെ ടുവേർഡ്സ് നടന്നു വരാം. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും എടുക്കാനായിട്ടായിരിക്കും. പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് പറഞ്ഞു, ഹായ് ഐ എം വിജയ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ലൈക്ക് അത്രയും ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്കറിയാം, പിന്നെ അങ്ങോട്ട് വന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റോള് കിട്ടും, ഡയലോഗൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പൈസ കൊടുക്കരുത് എന്ന് പറയും. ഓരോരല്ല പൈസ കൂടും. അപ്പം നമ്മൾ അങ്ങനെയല്ല, സിനിമ ജനറലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ല. വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളിങ്ങനെ ഒരു ചർച്ചകൾ പോലും നടക്കുന്നില്ല. ഇവിടെ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. സോ അതിന് എപ്പോഴും തുടക്കം കുറിക്കുന്നത് നമ്മളാണെന്നുള്ളതിൽ നമ്മൾ നിൽക്കുന്ന സ്പേസിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. കുട്ടിക്ക് വേറെ കുറെ കഴിവുകളുണ്ട് കേട്ടോ. നമ്മൾ സെറ്റിൽ വെച്ച് അവിടെ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവും കയ്യില്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു, പക്ഷെ അതൊരു കഴിവാണ്. ബോയ് ഫ്രണ്ട് കഴിവിനെ പറ്റി നമ്മൾ പറയുന്നത് അതൊരു കഴിവ്. നമസ്കാരം. വീഡിയോനോടൊപ്പം ഉള്ളത് ഫറാസ് ഷിബില, നിഖില വിമൽ ആൻഡ് പുണ്യ എലിസബത്ത്. വെൽക്കം. താങ്ക് യു. 2013 തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ടൊരു സ്റ്റോണർ മൂവി വരികയാണ്. അതിന് ശേഷം ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഹീസ് മൂവി വരികയാണ്. രണ്ടിൻ്റെയും സംവിധായകൻ ആ 2 ചിത്രങ്ങളുടെയും വ്യത്യസ്തതയോടുകൂടെ തന്നെ പേര് അടയാളപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം ഗെറ്റ് സെറ്റ് ബേബി റിലീസിനെത്താണ്. നിങ്ങൾ 3 നായികമാർ അതിലത്തേക്ക് എത്താണ്. എന്താണ് ഗെറ്റ് സെറ്റ് ബേബി തരുന്ന ഒരു ഹൈ? വലിയവനായിരുന്നു അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഈ സിനിമയ്ക്കില്ല. ഇല്ല, അങ്ങനെ ഒരു ലേബലിൽ വരുന്ന സിനിമയല്ല. ഇതൊരു മലയാളത്തിൽ ആദ്യം ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുന്നതും അല്ല. ഈ സിനിമ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ലൈറ്റർ വേർഷനിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ സിനിമയ്ക്ക് ഞാൻ കണ്ടത്. ഞാൻ ഏകദേശം ഇതേ സബ്ജക്റ്റ് തന്നെ, ഇതേ വേർഷൻ, ഇതേ പ്ലോട്ടിൽ തന്നെയുള്ള ഒരു 8-10ഓളം കഥകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ ചിലതൊക്കെ ഭയങ്കര ഇമോഷണലി പറയാൻ പറ്റും, ചിലത് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാരിലേക്ക് അതെങ്ങനെ പ്ലേസ് ചെയ്യപ്പെടും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ കാര്യത്തിൽ ഇതൊരു കമേഴ്ഷ്യൽ പാക്കേജ് ആയിട്ടാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റും പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഈ സിനിമ കാണാൻ വരുമ്പം അങ്ങനെ ഒരു സബ്ജക്റ്റും കൂടെ കണ്ടിട്ട് പോകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞതുപോലെ ഉണ്ണി ഫസ്റ്റ് ടൈം, ഉണ്ണി മാത്രം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമകൾ മലയാളത്തിൽ എൻ്റെ ഓർമ്മയിലില്ല. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഒരു IVF-ഉം ഹോസ്പിറ്റലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഈ സിനിമ കൂടുതലായിട്ടും പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കഥയേ ഇല്ലെന്ന് തോന്നുന്നു. ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് നമ്മളോടൊരു ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയായിട്ടായിരിക്കും നമ്മൾ റിലേറ്റ്. അതിന്റെ ചാലഞ്ചസ് സിനിമയിൽ ആ ഒരു ടാബു ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു തോട്ട് ഉള്ളതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റിന് ഉണ്ടാവുന്നതും ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഗൈനക്കോളജി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ പറയേണ്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ഹെവി സിനിമയല്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്രീസി ആയിട്ട് ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നല്ല കളേഴ്സും ഒക്കെയുള്ള, നല്ല റിച്ച് ഫ്രെയിംസ് ഒക്കെയുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലെയിം ചെയ്യുന്നതല്ല. ഇറ്റ്സ് എ വെരി എന്താ പറയാ, ഫാമിലിക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈനർ ആണ്. ഓഫ് കോഴ്സ് റൊമാൻസ് ഉണ്ട്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരു സിനിമ. ക്യാരക്ടേഴ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗൗരി എന്നാണ്. ഡോക്ടർ ഗൗരി
ഉണ്ണി വരുന്ന കോളേജിൽ ഈ പറഞ്ഞ പോലെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഒത്തിരി മെയിൽ ക്യാരക്ടർ അല്ലെ, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ണി മാത്രമേ ഉള്ളൂ ഒരു ആണായിട്ട്. അപ്പം അന്ന് തൊട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പം ഉണ്ണിയുടെ ലൈഫിൽ ഇപ്പോൾ കോളേജ് ആവട്ടെ, ഇപ്പോൾ ഫാമിലി ആവട്ടെ, അപ്പം എല്ലാ ഡിമെൻഷൻസും കാണുന്ന ഒരാളാണ് ഗൗരി. അതാണ് എൻ്റെ ക്യാരക്ടർ വരുന്നത്. സോ ആദ്യം തൊട്ട് ഇപ്പം ഉണ്ണിക്കൊരു റൊമാൻസ് ഉണ്ടാവുമ്പോഴും അതൊക്കെ അറിയുന്ന ഒരാളാണ് ഗൗരി. ഫ്രണ്ട് വി ക്യാൻ റിലേറ്റ് ടു. യെസ് യെസ്. നിഖിലയുടെ ക്യാരക്ടർ ഞാൻ ഉണ്ണിയുടെ പേരായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറും ഞാൻ ഒരു ക്ലൗഡ് കിച്ചണൊക്കെ നടത്തുന്ന ഫുഡ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു അർബൻ സെറ്റപ്പിലുള്ളൊരു സിനിമ ജനറലി ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ചെയ്തതൊന്നും അങ്ങനെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിനിമ ഉള്ളത് എനിക്ക് പൊന്നി മുകുന്ദൻ, വിനയ് ഗോവിന്ദ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതൊരു പാക്കേജാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമ ഒരു അർബൻ സെറ്റപ്പിൽ പറയുമ്പം അതിൽ ഒരു അർബൻ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ അർബൻ ക്യാരക്ടർ മാത്രമല്ല, അങ്ങനെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറിലും ആദ്യമായിട്ടാണ് നമ്മള് വലിയ പാടേ. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഈ റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ തന്നെ, നായികയാണെങ്കിൽ തന്നെ അതിലെവിടെയോ ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നായികയുടെ ടച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിലെ പാട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ അതില് ഒരു നമ്മൾ കണ്ടു ശീലിച്ച ഒരു നായകൻ കെമിസ്ട്രി അതിൽ വരുന്നുണ്ട്. അത് ഒരു എന്താ പറയാ, നമ്മള് തിരിച്ചുള്ളൊരു പോക്കായിട്ട് അല്ലെങ്കിൽ അതിനെ മിസ് ചെയ്യുന്നുണ്ടോ സിനിമയില്? അതാ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതാണ് ചോദിച്ചത്. എനിക്ക് സീരിയസ്ലി ഐ മിസ് എന്താ പറയാ ടിപ്പിക്കൽ റൊമാൻറ്റിക് സിനിമാറ്റിക് സിനിമകളില്ലേ, എനിക്കിഷ്ടമാണ്. എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഞാനത് കാണാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. അത് എങ്ങനെ റിയലിസ്റ്റിക് ആയി എടുക്കണം ഞാൻ അത്ഭുതപ്പെടാറൊക്കെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ടിപ്പിക്കൽ ആയിട്ടുള്ള സിനിമകൾ നമ്മൾ പറഞ്ഞ ഒരു പക്ഷേ നമ്മളത് മോശമാണെന്നൊക്കെ വിചാരിച്ചിരുന്ന തരം സിനിമകൾ എനിക്ക് ഹോണസ്റ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് ഒരു നായികയെ നിങ്ങൾ കൊണ്ടുവരുമ്പോ പാടത്തൂടെ പാട്ടുപാടി ഓടിച്ചാലും ഞാനിപ്പോ കാണും. ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമാണ്. ഇപ്പോ അതെനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്ന എല്ലാതരം സിനിമകളും വരണം. ഇപ്പൊ മാർക്കോ ഒരു ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ സിനിമകളും വരണം. അങ്ങനെ കുറെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു അതൊരു കഥാർസിസ് പോലെ ഒരു എനർജി, ആ എന്തോ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇത് കാണാതെ എൻജോയ് ഒക്കെ ചെയ്യുന്നത്. അതേപോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പേസും അത് കൊണ്ടുപോകുന്ന രീതിയൊക്കെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയും വരണം, ഭയങ്കര കളർഫുൾ ആയിട്ട് റൊമാൻറ്റിക് ആയിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം അങ്ങോട്ട് ചോദിച്ചത്. അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മുന്നേ കണ്ട ക്യാരക്ടേഴ്സിലെല്ലാം എവിടെയോ ഒരു മാറ്റം എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്ന് ഫോഴ്സ്ഡ് ആവുന്നുണ്ട് പലപ്പോഴും. പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങളിലൊരു ചേഞ്ച് വരണം എന്നുള്ള ഫോഴ്സ്ഫുള്ളി നമുക്ക് തോന്നാറുണ്ട്. അതൊന്നും ഒരു ബ്രേക്ക് ആയിരിക്കുമോ? അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി സിനിമാറ്റിക് ആണ്, ഇത്തിരി കളർഫുൾ സിനിമയാണ്. ചിലപ്പോൾ ഇപ്പം ഞാനതുപോലത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള കുറവായതുകൊണ്ട് തന്നെ ചില കോസ്റ്റ്യൂംസ് തരുമ്പോൾ പോലും എനിക്ക് ഇത്രയും കളേഴ്സോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പൊ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും കളർഫുൾ ഡ്രസ്സുകൾ ഇട്ടിട്ട് അഭിനയിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സാധനങ്ങളൊക്കെയാണ് എനിക്ക് വ്യത്യാസമായിട്ടുള്ളത്. പക്ഷെ ക്യാരക്ടർ വൈസ് ഈ ക്യാരക്ടർ അത്യാവശ്യം ബോൾഡായിട്ടുള്ള സംസാരിക്കാൻ സ്വന്തമായിട്ട് അഭിപ്രായമൊക്കെ ഉള്ള ആള് തന്നെയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഫോഴ്സ്ഡ് അല്ല. അതായത് അഭിപ്രായം പറയണമെങ്കിൽ പറയാം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജനറലി നമ്മൾക്കൊക്കെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ലേ, അതിന് അത്രമാത്രം ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണിത്. ഒരു നോർമൽ ഒപ്പീനിയൻ വുമൺ. എന്റെ അത്രയില്ല. ഞാൻ ചെയ്യുന്നത് ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ചെമ്പൻ ചേട്ടന്റെ വൈഫാണ്, നിഖിലയുടെ സുഹൃത്താണ്. ഇതാണ് ബേസിക്കലി. ഇങ്ങനെയാണ് നമ്മൾ പിന്നെ കണക്റ്റഡ് ആയിട്ട് പോകുന്നത്. അപ്പൊ എനിക്കും പേഴ്സണലി തോന്നിയത് അമ്മിണിപ്പിള്ള കഴിഞ്ഞിട്ട് എന്നെ ആൾക്കാർ കഥ പറയാൻ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമേ മനസ്സിൽ വിചാരിക്കും, ഓക്കെ നാടൻ പൊട്ട് ഇടയ്ക്ക് ഒരു ഇമോഷൻസ്. ഇതാണ് എനിക്ക് പേഴ്സണലി. ഈവൻ സോമന്റെ കൃതാവും കൂടെ കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ കൂടി. അപ്പൊ എനിക്ക് പേഴ്സണലി ഒരു അർബൻ സെറ്റപ്പിലുള്ള സിനിമകളൊക്കെ ഇതുപോലെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇടയ്ക്ക് നമ്മൾ മിസ് ചെയ്തു പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് ഉണ്ടായിരുന്നു സമീർ താഹിർ അവരൊക്കെ, ഇവൻ മായാനദി പോലെയുള്ള സിനിമകളില്ല, അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഇതിലിങ്ങനെ ഒരു അർബൻ, പിന്നെ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. ആസ് ഒരു മുസ്ലിം ഫാമിലി എന്നുള്ള കുട്ടിയാണ്, ഒരു അർബൻ സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരാളാണ്.
റിച്ച് ആണ്, അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് ചെയ്യാൻ. വീടൊക്കെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ആദ്യത്തെ പോർഷൻസ് ഒക്കെ ഞങ്ങളുടെ അതൊക്കെ ചെയ്ത് വേറെ പുറത്തായിരുന്നു, പിന്നെയാണ് വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ഇത്രയും വലിയ വീടോ? അപ്പൊ ഹസ്ബൻഡ് CA ആണ്. ഞാൻ ചോദിച്ചു, CA ക്ക് ഇത്രയൊക്കെ ശമ്പളം കിട്ടുമോ? ഇല്ല, ജനറേഷണൽ വെൽത്ത്. സീരിയസ് ആയിട്ട് ഇത്രയും വലിയ വീടോ അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പോ അങ്ങനെ അപ്പൊ അതിന്റെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു ചെയ്ത സമയത്ത്. പിന്നെ ഞങ്ങൾ ആക്ച്വലി Love 24 ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പേ ഫീൽ ചെയ്തില്ല. ഞങ്ങൾ കാണുന്നു, ഹായ് ഹലോ, ഞങ്ങൾ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും തന്നെ എനിക്ക് ഏതൊക്കെ ദിവസം ഷൂട്ട് ഉണ്ടോ അന്നെല്ലാം നിങ്ങളിക്കും. ഞാൻ കല്യാണം കഴിക്കുന്നത് ഒറ്റ കല്യാണം കഴിച്ചൂടെ? അതേപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ ഇവിടെയാണ് യൂഷ്വലി ഹോസ്പിറ്റൽ. അപ്പൊ ഒറ്റയ്ക്ക് പോയാലെന്താ, ഒറ്റയ്ക്ക് പോകൂടെ? അന്നെങ്കിലും എനിക്ക് രാവിലെ വരണ്ടേ, വേറൊരു ആർട്ടിസ്റ്റ് ഷൂട്ട് ഉണ്ട്, ഓക്കെ എന്താ നമുക്ക് രാവിലെ വരണ്ട. അങ്ങനെയല്ലേ ഇത് ഷിബില? ഓ ഷിബില ഉണ്ടോ, അവിടെ വേണ്ടി വരും. ഈ ചെമ്പൻ ചേട്ടനുമായിട്ടുള്ള മുന്നത്തെ ഒരു കോമ്പിനേഷൻ വന്നത് കഠിന കടോരത്തിലായിരുന്നു. ഇല്ല, അത് ബിനു ചേട്ടനാ. സോറി പെട്ടെന്ന് അല്ല, ഈ ക്യാരക്ടറും ഇതേപോലെ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്നു. ഷീസ് ട്രൈങ് ടു ബ്രേക്ക് എ ടാബു. വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇല്ല എനിക്കിത് വേണം എന്ന് ആ ഗ്രൗണ്ടിലേക്ക് അവര് എത്തുന്നുണ്ട്. ആ ക്യാരക്ടർ പേഴ്സണലി എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഫിറാസ് ഷിബില എന്ന് പറയുന്ന ആക്ട്രസ് ആ കഥാപാത്രത്തിലേക്ക് മാറുന്നു, ആ കഥാപാത്രത്തിന് ഒരു റിസപ്ഷൻ കിട്ടുന്നു, അത് മാർക്ക് ചെയ്യപ്പെടുകയാണ്. വൈകാരികതയോടെ കൂടെ അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആ ക്യാരക്ടർ തന്നിട്ടുള്ള ഒരു ഇമ്പാക്ട്, അത് എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല ആ സിനിമയിൽ, ബിക്കോസ് അത് സംസാരിക്കുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഹർഷദ്ക്ക് എപ്പോഴും വന്നിട്ട് പറയായിരുന്നു, ഹർഷദ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഹർഷദ്ഖന്റെ കഥാപാത്രങ്ങളിൽ ഹർഷദ്ക്ക് പറയാനുള്ളത് പറയാൻ ഒരാളെ വെക്കും. എനിക്ക് പേഴ്സണലി തോന്നിയതാട്ടോ, ഐ ഡോണ്ട് നോ. ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ഹർഷദ്ഖന്റെ അടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിൽ എനിക്ക് പേഴ്സണലി തോന്നി അത് എന്റെ കഥാപാത്രമാണ്, ആ ഒരു പൊളിറ്റിക്സ് ഹർഷദ്ക്ക് പറയാനുള്ളത് പറയുന്നത്. അപ്പോൾ ഹർഷദ്ക്ക് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് പറയും, ഇത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ഈസിലി മനസ്സിലാവുമായിരുന്നു എന്തുകൊണ്ടാണ് മാപ്പ് പറയണം, എന്നോട് ക്ഷമ ചോദിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് എങ്ങനെ എനിക്ക് ഈസിലി റിലേറ്റബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് അത് ഇതാണല്ലോ ഇതിന്റെ ശരി എന്ന് തോന്നിപ്പിക്കും. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വിനു പപ്പുവിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ചെമ്പൻചേട്ടനും വിനു ഓൾമോസ്റ്റ് ഒരു സെയിം വൈബുള്ള മനുഷ്യന്മാരാണ്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ചെമ്പൻചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾക്ക് കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ചില്ല് മനുഷ്യനാണ്. ഒന്നും അങ്ങനെ ഒക്കെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എല്ലാ കാര്യവും പറയും. നമുക്കങ്ങനെ വേറെ എന്തും ചോദിക്കാം, എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം ഇങ്ങനെ മതിയോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ചെമ്പൻചേട്ടൻ എനിക്ക് പാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ മുടിയില് ഇത് മറ്റേ എന്തായാലും പറയാം അത് അവരോട് ഞാൻ ഇത് ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാഭാവികം. അങ്ങനെ രസമായിരുന്നു. പുണ്യയുടെ ക്യാരക്ടറിൽ വരുമ്പോൾ ഗൗതമന്റെ രഥം എന്ന് പറയുന്ന സിനിമ, അതിലെ പാട്ട് എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ പാട്ട് ഭയങ്കര വൈറലായിരുന്നു. അത് ലൈക്ക് ഇന്ത്യയിൽ തന്നെ എല്ലായിടത്തും ഡയറക്ടർ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മുന്നേ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ആളുകൾ ഇത് കേൾക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് തന്നിട്ടുള്ള ഒരു ഐഡന്റിറ്റി തന്നെ വേറെയാണ്. അത് ഒരു രസകരമായിട്ടുള്ള ഒരു എൻട്രി. അതിന് മുന്നേ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തന്നിട്ടുള്ള ഒരു എൻട്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ടോ? പിന്നെ ഇപ്പോഴും ആക്ച്വലി മിക്കവർക്കും ആ സിനിമേനേക്കാളും കൂടുതൽ ഉയരയിലെ കുട്ടി, ആ പാട്ടിലെ കുട്ടിയല്ലേ ചിലപ്പോൾ പേര് പോലും അറിയത്തില്ല, പക്ഷെ എന്നാലും ആ പാട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. സോ അതാണ് അത്. ഈവൻ എൻ്റെ നോർത്ത് ഇന്ത്യയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് ഈ സിനിമ ഇറങ്ങുമ്പം ഈ പാട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, റൈറ്റ്? സോ അതാണ് എനിക്ക് തോന്നുന്നു അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് വരുന്ന മലയാളത്തിൽ വരുന്ന ഒരു സിനിമ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് ഇതിന്. ഇതിനിടയിൽ ലിയോയില് വന്നിട്ടുണ്ടായിരുന്നു. ലിയോ കേരളത്തിൽ പോലും ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൽ തൃഷയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ സീനും ഭയങ്കര രസമുണ്ട്. അത് പല ലൊക്കേഷനുകളിലായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ലിയോയില് വരുന്നത് ശരിക്കും മാര എന്ന് പറഞ്ഞ ചാർലിയുടെ റീമേക്ക്, അവർ അത് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം സിനിമയെന്ന് വിളിക്കുമ്പോഴത്തേക്കും
ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. കശ്മീരിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് വിളിച്ചിട്ട് ഇവിടെ ഞാൻ വിറയ്ക്കുവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ശരിക്കുമാണോ? കാരണം എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. OTP ചോദിക്കാം. വോയിസ് മെസ്സേജ് ആണ് ആദ്യം അയച്ചത്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞാൻ അന്നേരം ഉടനെ തൃഷയുടെ സ്റ്റോറി എടുത്ത് നോക്കി, ശരിക്കും ഇതിൻ്റെ ഷൂട്ട് കശ്മീരാണോ നടക്കുന്നത്? സോ ദെൻ ഐ സോ ഇറ്റ്. അപ്പം ഞാൻ കുറച്ച് ബിലീവബിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇത്രയും വലിയൊരു സെറ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് വിജയ് സാറിനെ കാണാൻ പറ്റി എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് അപ്പം ഞാനിങ്ങനെ മിണ്ടാതെ ഒരു കോർണറിൽ ഇരിക്കുവാണ്. അന്നേരം സാർ ഇപ്പം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ കുറേ മൗണ്ടൻസ് ഒക്കെ നോക്കി നിൽക്കും. അപ്പം ഞാനിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഞാനിപ്പോൾ എന്നാ ചെന്ന് പറയുന്നത്? കാരണം എല്ലാവരും പറയുന്ന പോലെ വലിയൊരു ഫാനാണ്. ഇത് തമിഴിൽ അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാനും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം അത്രയും ഹമ്പിളാണ്. അപ്പം എൻ്റെ ടുവേർഡ്സ് നടന്നു വരാം. അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും എടുക്കാനായിട്ടായിരിക്കും. പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് പറഞ്ഞു, ഹായ് ഐ എം വിജയ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ലൈക്ക് അത്രയും ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്കറിയാം, പിന്നെ അങ്ങോട്ട് വന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ശരിക്കും ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ സിനിമയും അങ്ങനെയാണ് ഞാൻ കാണുന്നത്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ഇച്ചിരി ഉള്ളായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് പറയും നിന്നെ ബ്ലിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് കുറേ കട്ടായിപ്പോയി. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. ഇത്രയും ഹമ്പിളായിട്ടൊരു മനുഷ്യനെ അദ്ദേഹം വന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ. കുട്ടിക്ക് വേറെ കുറെ കഴിവുകളുണ്ട് കേട്ടോ. നമ്മൾ സെറ്റിൽ വെച്ച് അവിടെ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവും കയ്യില്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു, പക്ഷെ ബോയ്ഫ്രണ്ട് കഴിവിനെ പറ്റി നമ്മൾ പറയുന്നത് ബോയ്ഫ്രണ്ട്, അതായത് ഇപ്പൊ നമ്മൾക്ക് അധികം കണ്ടുവരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് ബോയ്ഫ്രണ്ട് ഷിപ്പിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ എല്ലാ ബോയ്ഫ്രണ്ട് അപ്പൊ കത്തെഴുതും. അവിടെ തോമയ്ക്ക് നെറ്റ്വർക്ക് ഉണ്ടാവാറില്ല. അപ്പം ഫോൺ ചെയ്യുന്ന എനിക്ക് പണ്ട് തൊട്ടേ ഫ്രണ്ട്സിന് കത്തെഴുതുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ തോമയ്ക്ക് ഞാൻ 6 months അപ്പം 180 ആക്ച്വലി തോമ ഫസ്റ്റ് ടൈം ഷിപ്പിൽ പോയപ്പോൾ ഞാൻ 180 ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. സോ എവറി ഡേ ദറ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ തോമ പകുതി വായിച്ചപ്പോഴത്തേക്കും തോമ അതേപോലെ തുന്നും. വെറുതെ ഇരിക്കുമ്പോൾ എന്നിട്ട് എന്നോട് പറയും ഞാൻ ഒരു ഓൾഡ് സോളാണെന്ന് തോന്നുന്നു. ഞാൻ എംബ്രോയിഡറി ചെയ്യും. അപ്പം എൻ്റെ ബ്രദർ പറയും അമ്മച്ചിമാരെ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. ഞാൻ മുത്തുമണി ചേച്ചി സെറ്റിൽ വന്നപ്പെട്ടിരുന്ന ഒരു ഡ്രസ്സില് പുള്ളിക്കാരി ചെയ്തതായിരുന്നു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ, വെരി നൈസ്. It's so sweet of you to say all this here. കഴിവ് നമുക്ക് കഴിവില്ല, കല്യാണം കഴിക്കുന്ന കഴിവാണ് കുട്ടി. അത് എൻ്റെ ബ്രദർ ഇങ്ങനെ പറയും, ഇവളുടെ റൂമിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇരുന്ന് തുന്നുമായിരിക്കും, അല്ലെങ്കിൽ കത്തെഴുതുമായിരിക്കും. സോ എനിക്കെന്നെ ഇച്ചിരി ഞാൻ ഇച്ചിരി പ്രായം കുറച്ചു കാലം പുറകോട്ട് പോയോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കേട്ടപ്പോ. ഞാൻ അന്നോട്ട് എനിക്ക് ഒന്ന് പുള്ളിയെ പറ്റി ആരെന്ത് പറയുമ്പോൾ ഞാനിത് ആദ്യം പറയും. ബിക്കോസ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇതുവരെ പുണ്യയുടെ കൂടെ അത്രയും ഈ കഴിവുകൾ അല്ല സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ഒരുമിച്ച് ഷൂട്ട് ഉണ്ടായി. ഞാൻ എപ്പോൾ കാണുമ്പോഴും നേരത്തെ മറ്റേ വീഡിയോ കാണുമ്പോൾ ഞാൻ എനിക്ക് പുണ്യ വർത്താനം പറയുമ്പോൾ നമുക്ക് വെറുതെ ചിരി വരും. പുണ്യ ചിരിച്ചോണ്ടല്ല ഭയങ്കര ചിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ചിരിക്കാന്ന് തോന്നിയത്. അതുപോലെ പുണ്യ മറ്റേ ഭയങ്കര ചിരിച്ചാ സംസാരിക്കണേ. എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ സ്മൈലിംഗ് കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അന്ന് ചിരിക്കാൻ തുടങ്ങിയതാ. ഇതിലൊരു ക്യൂരിയസ് ഫാക്ട്, ലൈക്ക് പോകുന്നതിന് മുന്നേ കത്തുകൾ കുറെ എഴുതി വെക്കും. സോ ഈവൻ തോമയുടെ ബർത്ത്ഡേ ഒക്കെ തോമ ഷിപ്പിലായിരിക്കും. അപ്പം ഞാനിങ്ങനെ തോമയുടെ ബർത്ത്ഡേക്ക് തുറക്കാനുള്ളത്, ക്രിസ്മസിന് തുറക്കാൻ. പക്ഷെ ആക്ച്വലി ആണുങ്ങൾക്ക് അത്രയും ക്ഷമയൊന്നുമില്ല. റൊമാൻറ്റിക് അല്ല. തോമ ആക്ച്വലി ബെറ്റർ ആണ്. പക്ഷെ എന്നാലും തോമയ്ക്ക് ഇരുന്ന് വായിക്കാനുള്ളവർ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ടേബിളിലിരിക്കുക. സോ വരുന്നവരും പോകുന്നവരൊക്കെ ഇത് വായിച്ചു. മനസ്സിലായി ആമ്പിള്ളേർക്ക് നമ്മളിത് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ഇരുന്ന് എഴുതുന്നതായിരിക്കും. That's so creative also, അല്ലേ? I find it very creative. മെസ്സേജ് അയക്കാൻ തന്നെ മടി. നിന്നെ കുറിച്ചല്ല, നമ്മളിതിലില്ല. പക്ഷെ ഈ പറഞ്ഞ മെസ്സേജ് ഭയങ്കര മോശം കേട്ടോ. ഞാനിങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കഴിക്കാൻ മറന്നുപോകും. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ റിപ്ലൈ അയച്ചു. ഞാനും എന്റെ മനസ്സിൽ നമ്മൾ റിപ്ലൈ അയച്ചു ഓൾറെഡി, പക്ഷെ അത് ടൈപ്പ് ചെയ്ത് അങ്ങ് പോയില്ല. അത് അവിടെ വരെ എത്തിയില്ല. അല്ല എനിക്ക് പക്ഷേ സജീവേട്ടൻ ഇടയ്ക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി മെസ്സേജ് അയക്കും. വിനയഗോവിന്ദ് വിളിച്ചിട്ട് സജീവ് പറഞ്ഞു നിൽക്കില്ല മെസ്സേജ്. ഞാൻ പറഞ്ഞു റിപ്ലൈ എന്റെ മനസ്സിൽ ഞാൻ റിപ്ലൈ അയച്ചു.
മൂപ്പരോട് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറയും, എനിക്ക് അറിയാം. പിന്നെ എനിക്ക് വോയിസ് പ്രശ്നമില്ല, മറ്റേ മെസ്സേജിൽ മറ്റേ കഠിനത്തിൽ പറയുന്ന പോലെ നമ്മൾ വായിക്കുന്ന സെൻസിലാണോ ആൾക്കാർ എടുക്കുന്നത്. ബിക്കോസ് ഈ ഇമോജിയൊക്കെ അല്ലേ ഞാനൊക്കെ ഒന്ന് പോയി തരുമോ, അതാണ് ഞാൻ ദിവസം. പക്ഷെ അതിന്റെ അർത്ഥം അതല്ല. അല്ല അങ്ങനെയല്ല, എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജിൽ തന്നെ പെട്ടെന്ന് എല്ലാം പറഞ്ഞു തീർക്കാൻ നോക്കിയാ. ഇപ്പൊ ചന്ദ്രയാണെങ്കിൽ വോയിസ് യൂസ് ചെയ്യാം, അങ്ങനെയല്ല, ഞാൻ ചന്ദ്രയാണ്, ഞാൻ ഇന്ന ഇതിനാണ് വിളിക്കുന്നത്, ഇന്ന കാര്യം. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചു എന്നുള്ളത് എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചെന്നുള്ള കിടക്കുമല്ലോ. ചില ആൾക്കാരെ പറ്റി ഹായ്, നമ്മൾ ഹായ് ഒക്കെ കാത്തിരിക്കും, അത് ഒരിക്കലും നടക്കില്ല, ഇമ്പോസിബിൾ ആണത്. ചില ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഹായ്. അത് ഭയങ്കര ശരിയാണ്. കാര്യം പറയണം. അപ്പൊ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാള് കഴിയുമ്പോ വന്നിട്ട് പറഞ്ഞാലും എനിക്ക് ഓർമ്മയെങ്കിലും ഉണ്ടാവും. ഞാൻ റിപ്ലൈ അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നതാണ്. ചിലർ മറ്റേ ഹായ് ആരാന്ന് നമുക്കറിയില്ല, ഹായ് കഴിയോ അതേപോലെ എക്സ്പെക്ട് ചെയ്യുന്നത് തിരിച്ച് ഹായ്. വേറെ ആൾക്കാരില്ലേ അവരുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 3 പേരും മലയാളം ഇൻഡസ്ട്രിയിലും ഇതേപോലെ തമിഴ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ഒരു സിനിമ ചെയ്തു. പലപ്പോഴും ആളുകൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയേക്കാൾ കുറച്ചുകൂടെ ലാർജർ ആണ് നമുക്ക് തമിഴ് ഇൻഡസ്ട്രി. അവിടെ കുറച്ചുകൂടെ വലിയ പ്രൊഡക്ഷൻസ് വരുന്നു, അവിടുന്ന് കുറച്ചുകൂടെ വലിയ സിനിമകൾ വരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ മലയാളത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബജറ്റും വലുതാവുന്നുണ്ട്, നമ്മുടെ സിനിമകൾ വലുതാവുന്നുണ്ട്, അതിന് കിട്ടുന്ന ക്ലബുകൾ, കോടി ക്ലബുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളുടെ ഇവിടെ അത് ഇനഫ് അല്ല എന്നുള്ളൊരു അഭിപ്രായവും വരുന്നുണ്ട്. താരങ്ങളുടെ പ്രതിഫലമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകളും വരുന്നുണ്ട്. ആക്ച്വലി ലൈക്ക് പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്, തമിഴിലോ അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലോ കിട്ടുന്നത് പോലെയുള്ളൊരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന്. അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങൾ എന്നുള്ളതല്ല. അത് അവരുടെ ഇൻഡസ്ട്രി വലുതാണ്, അവരുടെ മാർക്കറ്റും അവരുടെ ഇൻഡസ്ട്രിയും അത് പോയി റീച്ച് ആവുന്ന ഓഡിയൻസും വലുതാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന തരം സിനിമകളല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ചെറിയ സിനിമകൾ ഉണ്ടാക്കിയിട്ട് അത് വലിയ സക്സസ് ആകുമ്പോഴാണ് നമുക്കിവിടെ അങ്ങനെ ഒരു പ്രോഫിറ്റ് പരിപാടികളൊക്കെ വരുന്നത്. മറ്റേത് അവർ വലിയ സിനിമകൾ ഉണ്ടാക്കി വലിയ ലാഭം കിട്ടുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ വലിയ സിനിമകൾ ഉണ്ടാകുന്നതിൽ എപ്പോഴും ഭയങ്കര പ്രശ്നം വരാറുണ്ട്. കാരണം നമ്മുടെ മാർക്കറ്റ് ചെറുതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെയുള്ള കമ്പാരിസൺ ഒക്കെ വരുന്നത്. അതർവൈസ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതും ഒക്കെ ഒരേ സെറ്റപ്പ് തന്നെയാണ്. ആകെ വ്യത്യാസം ഈ പറയുന്ന ടൈമിങ്ങിലുള്ള വ്യത്യാസം അങ്ങനെയുള്ളതൊക്കെ അല്ലാതെ വലിയ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ OTT ബിസിനസ് അതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പോസ്റ്റിലേക്കൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രൊഡ്യൂസർ എടുത്തോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ടീമിനൊക്കെയാണ് നമ്മൾ അത്രയും ഒരു ബിസിനസ് നടക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഇപ്പം ഒരു സിനിമകളും തന്നെ ബിഫോർ റിലീസ് അങ്ങനെ സെയിലാവുന്നില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഇത് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത് നമുക്കിതിന് മുന്നേ ഉള്ള സെയിലുകൾ ഇപ്പം വളരെ കുറവാണെന്നുള്ളത് കൊണ്ടാണ്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഭയങ്കരമായ പേരുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഭയങ്കര പേരും നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ആൾക്കാർ. മലയാളത്തിൽ നിന്ന് പറയുമ്പോൾ തന്നെ ഒരു ബേസിക് റെസ്പെക്ട് നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യും. അതിനുള്ളൊരു മാർക്കറ്റ് നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ സിനിമകളുടെ പ്രശ്നം. പേരേ ഉള്ളൂ, പെരുമയുള്ളൂ, മാർക്കറ്റ് വരുന്നില്ല. കുടുംബത്തിൽ സ്ട്രാറ്റജൈസ് ചെയ്യാൻ തറവാട് അവസ്ഥ. അതിലേക്ക് അങ്ങനെ ഒരു വലിയ മാർക്കറ്റിംഗ് സെറ്റപ്പിലേക്ക് നമ്മുടെ സിനിമകൾ വരണം. എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ സൊല്യൂഷനും അല്ലേ. അല്ലാതെ പക്ഷെ അങ്ങനെ പാക്കേജ്ഡ് ആയിട്ട് വരുന്ന സിനിമകൾക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞ എംപുരാൻ എന്ന് പറയുന്ന സിനിമയെ തന്നെ നമ്മളൊരു വലിയ സിനിമയായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾക്ക് അതുണ്ട്. പക്ഷെ അല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത്രയും ബിസിനസ്സും മാർക്കറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതും അത് പിന്നെ പോയി പാൻ ഇന്ത്യൻ ലെവലിലേക്ക് റീച്ച് ആക്കുക എന്ന് പറയുന്നതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മുടെ സിനിമകൾ നല്ലതാണെന്ന് ആൾക്കാർ പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് വേറൊരു അവാർഡ്സിനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെയൊന്നും അവിടെ ആർക്കും അറിയില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു തെലുഗുന്നൊക്കെ ഒരു ആർട്ടിസ്റ്റ് വരുന്നതും നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ പോകുന്നതും നമ്മൾ വലിയ വ്യത്യാസമുണ്ട്. അവർക്ക് അത്രയും നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ക്രൗഡ് ഇമ്പാക്ട് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിപ്പോ ഇങ്ങനെ ഒരു അവാർഡ് ദുബായിലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയാം. മലയാളികളാണോ അവിടെ കൂടുതൽ എന്ന് പറയുന്ന പോലെ.
നമ്മുടെ കണ്ടന്റിനെ കുറിച്ചാണ് നമ്മുടെ എപ്പോഴും ടോക്ക് കണ്ടന്റിനെ വരുന്നത്. പറ്റി സംസാരിക്കുന്നതല്ലാതെ നമ്മളുടെ ആർട്ടിസ്റ്റുകൾക്കും നമ്മുടെ സിനിമകൾക്കും അങ്ങനെ ഒരു വലിയ മാർക്കറ്റ് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഓപ്പണിംഗ് ഇല്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പം അതിനൊക്കെ ഒരു ഇപ്പം വരുന്ന സിനിമകളുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് ഓപ്പൺ ആവുന്ന സാധ്യത ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മലയാള സിനിമയിൽ വരുന്ന മറ്റൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇതിന്റെ സെറ്റിങ്ങുകളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ തുടങ്ങി അതിനുള്ളിൽ ആളുകൾ തമ്മിൽ പെരുമാറുന്നതിൽ വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു ഭാഗമായിരുന്നു നയരൂപീകരണ കമ്മിറ്റി ഉണ്ടായിരുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സെറ്റിങ്ങുകൾ വരെ മാറുന്നുണ്ട്, ഇതിൽ പല രീതിയിലുള്ള ചർച്ചകൾ എല്ലാം സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്? എന്തൊക്കെയാണ് അതിൽ നടന്നത്? നമ്മളിപ്പോഴും പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ തന്നെയാണ്. ഇപ്പം മേജറായിട്ടുള്ള കുറേ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പം അതിനുശേഷം ഇപ്പം പോളിസി മേക്കിംഗ് പ്രോസസ്സിലാണ് അവരുള്ളത്. അപ്പം അതിൻ്റെ എന്താ പറയുക, ഒരു കരട് രൂപരേഖയൊക്കെ ആയി കഴിയുന്ന സമയത്ത് അത് പിന്നെയും പ്രസൻറ്റ് ചെയ്ത് പിന്നെയും അതിന് ആൾക്കാരുമായിട്ട് പിന്നെയും സംസാരിച്ചിട്ടൊക്കെയാണ്. അതൊരു കുറച്ചുകൂടി വലിയ പ്രോസസ്സാണ്. നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരുമായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു നല്ല റിസൾട്ട്, നല്ലൊരു പോളിസി ഉണ്ടായി വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ചർച്ചകൾ നിങ്ങൾക്ക് ലൈക്ക് സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു പ്രതീക്ഷ നൽകുന്നതാണോ? കുറച്ചുകൂടെ നമുക്കിതെല്ലാം കുറച്ചുകൂടെ സേഫർ പ്ലേസ് ഉണ്ട്, ദിസ് ഇസ് നോട്ട് ദ ഫുൾ ട്രൂത്ത്, ഇതല്ലാത്ത ഒരു സ്പേസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാവുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല, അങ്ങനെയല്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് ദ ഫുൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഭയങ്കര മോശമായിട്ട് അതായത് ചില സിനിമകൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ സിനിമയും അങ്ങനെയാണെന്നുള്ളതല്ല. ചില സിനിമകൾ ഇപ്പം നമ്മൾ പറയില്ലേ കാസ്റ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകൾക്ക് നമ്മൾ അറിയുന്ന പോലുമില്ല അത് ഏത് സിനിമയാണെന്ന് അറിയുന്നില്ല. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റോള് കിട്ടും, ഡയലോഗൊക്കെ ഉണ്ട് എന്നൊക്കെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയും പൈസ കൊടുക്കരുത് എന്ന് പറയും. ഓരോരാളെ പൈസ കൊടുക്കും. അപ്പം നമ്മൾ അങ്ങനെയല്ല, സിനിമ ജനറലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം അതല്ല. നിങ്ങൾ പൈസ കൊടുത്തിട്ടോ നിങ്ങളോട് എന്തെങ്കിലും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ ചെയ്യുന്ന കാര്യമല്ല സിനിമ. ഒരു പ്രൊഡ്യൂസർ കൃത്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഉണ്ടാവും, അയാളാണ് ഫണ്ട് ചെയ്യുക, അല്ലാണ്ട് നിങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് എടുത്ത് ചെയ്യുന്ന സിനിമയായിരിക്കണം. അങ്ങനെ ഒരു സിനിമ അല്ലാത്ത പക്ഷം നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആ സിനിമ ഇറങ്ങുമോയെന്നറിയില്ല, അതെപ്പം എന്നറിയില്ല. ഈ സമയങ്ങളിലൊക്കെ ഈ പൈസ ഒരാൾ കൊടുക്കാൻ റെഡി ആവുന്നിടത്തുനിന്ന് അയാളുടെ അടുത്തുനിന്ന് എപ്പോഴും പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് തട്ടിപ്പാണ്, അത് പ്രോപ്പർ, അത് ഫ്രോഡാണ്. നമ്മൾ ചെയ്യുന്ന സിനിമയല്ല. അപ്പം അങ്ങനെ അല്ലാത്ത സിനിമകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അത്രയും കറപ്ഷനോ കാര്യങ്ങളോ മേജർ കാര്യങ്ങളിലല്ല ഉള്ളത്. ബേസിക് ചില കാര്യങ്ങളാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. അതിൽ കുറേ നാൾ അത് അവയർനെസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ അവെയർ ആവുന്നത് കൊണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടും ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. സോ അത് ഇപ്പം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കുറച്ചുകൂടെ ബെറ്റർ സ്പേസിലാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരു ഭയങ്കര മോശം സ്പേസിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇനി ഇത് നന്നാക്കുക എന്നുള്ളതല്ല. ഇതൊരു ബെറ്റർ വേർഷനാണ്. ഇതിൻ്റെയും ബെറ്റർ വേർഷനാവും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് പോകാൻ പറ്റും. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും ഇത് നല്ലൊരു ഫെസിലിറ്റി കിട്ടുക എന്ന് പറയുന്നതിലേക്കാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഭയങ്കര മോശമായിട്ടുള്ള സ്പേസ് ആണ്, ഇവിടെ ആർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ന്യൂസ് ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നാഷണൽ മീഡിയ ഇവിടുത്തെ ന്യൂസിനെ ക്യാരി ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, അതായത് ഇവിടെ എന്തോ പ്രശ്നമുള്ള പോലെ. ഇത് എല്ലാ സ്ഥലത്തും വട്ടെവർ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അത് എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഉള്ളതാണ്. ഏതൊക്കെ സ്ഥലത്താണെങ്കിലും നമ്മൾ ആ മാറ്റത്തിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെനിക്ക് വളരെ പ്രൗഡായിട്ടാണ് തോന്നാറ്. എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, മലയാളത്തിൽ ഇപ്പം സിനിമയിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണല്ലോ, അത് അവരെടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ബേസിക്കലി ഇവിടെ ഉണ്ടാവുന്ന എന്ത് തരം നോയ്സസ് ആണെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നത് ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. നടക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളതില്ലേ. വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചകൾ പോലും നടക്കുന്നതായിട്ട് അറിയില്ല. ഇവിടെ ഒരു മാറ്റം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെയും മാറ്റങ്ങൾ സംഭവിക്കാം. സോ അതിന് എപ്പോഴും തുടക്കം കുറിക്കുന്നത് നമ്മളാണെന്നുള്ളതിൽ നമ്മൾ നിൽക്കുന്ന സ്പേസിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്.
അല്ല ഇത് പറഞ്ഞ പോലെ തന്നെ അക്നോളജ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതൊരു കുറേ പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇന്ന പ്രശ്നങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് പറയുമ്പോൾ നമ്മളത് അക്നോളജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ തന്നെ ഐ തിങ്ക് വി നീഡ് ടു സെലിബ്രേറ്റ് ദാറ്റ് അല്ലേ. ഇപ്പൊ IC ഉണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഇത്ര ഇൻഡസ്ട്രിയിലുണ്ട് ഇല്ലല്ലോ. ഇപ്പം ഒരു കോർപ്പറേറ്റ് സ്പേസിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് സ്പേസിൽ നിങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും IC ഉണ്ട്, നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു അവയർനെസ് തന്നെ ഭയങ്കര. അതായത് ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് അറിയാം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു IC ഉണ്ട്, ഐ ക്യാൻ ഗോ കംപ്ലൈന്റ്. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ ഹവ് സീൻ നിഖില അവിടുന്ന് ഒരു നമുക്ക് ജൂനിയർ ആയിട്ട് വന്നിരുന്ന ഒരു ആക്ടറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ്, നിങ്ങളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യോ, ഹൗ ഡു യു ഗോ ഹോം, നിങ്ങൾക്ക് ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു സ്പേസിൽ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അത് അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് അവെയർ അല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരു IC ഉണ്ട്, നിങ്ങൾക്ക് പോയി കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഹരാസ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പോയി പറയാം എന്നുള്ളൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ, നമുക്ക് ആ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആളുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് അത് കൂടുതൽ അതായത് ഒരുപാട് പേർക്ക് അവയർനെസ് ഇല്ലാത്തതിൻ്റെയാണ് പ്രശ്നം. ഇത് എവിടെയാണ് പോയി പറയേണ്ടതെന്നാണ്. ICയിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ടീമിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ദേ ഹാവ് ടു അഡ്രസ് ഇറ്റ്. അപ്പോൾ അത് കമ്പൽസറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. എത്ര അടുത്ത് അതില്ല എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ റീസെന്റ് സിനിമ ഇറങ്ങിയത് ഒരു ജാതി ജാതകമായിരുന്നു. അതിനെതിരെ ഹൈക്കോർട്ടിൽ ഒരു കേസ് പോയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ വരുന്നുണ്ട്. അതൊരു മൈനോറിറ്റിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തമാശകൾ വരുന്നു. ഇത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു പിൻവിളി കൂടിയല്ലേ? അങ്ങനെ അത്തരം ചർച്ചകൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ജാതകത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനകത്തൊരു ഗസ്റ്റ് റോൾ പോർഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇതുവരെ ആ സിനിമ കണ്ടിട്ടില്ല. അത് മൊത്തത്തിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കും വലിയ ധാരണയില്ല. പക്ഷെ ഞാൻ കഥ കേട്ടിടത്തോളം നമ്മളും ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു മൈനോറിറ്റീനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് പറയാണ്ടിരിക്കുകയല്ലേ വേണ്ടതെന്നുള്ളത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആൾക്കാരും സമൂഹത്തിലുണ്ട്. ഇപ്പം ജയേഷ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ പോലുള്ള ഒരാൾ ഇവിടെ ഈ സമൂഹത്തിലുണ്ട്. അയാളെപ്പോലുള്ളൊരു 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അയാളെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടും അയാളൊരു എന്താ പറയാ ഒരു ഷോവനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, തോട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അയാൾക്കൊരു മാറ്റം വരുന്നു എന്ന് പറയുന്നതാണ് ആ സിനിമ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതങ്ങനെ അത് കാണിക്കാതെ ഇതൊരിക്കലും അയാൾക്ക് മാറ്റം വരുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കുന്നത്. ഞാൻ സിനിമ കാണാത്തത് കൊണ്ട് എനിക്ക് അതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് പോയിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ അത് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്റൻഷൻ അതായിരുന്നില്ല എന്ന് പറയുന്നതിൽ അതിൽ അർത്ഥമില്ല. പക്ഷെ എനിക്കും പേഴ്സണലി ഞാൻ സിനിമ കണ്ടിട്ടില്ല, മനസ്സിലായത് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റിഗ്രസീവായ ഷോവിനിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ്. അപ്പം ആൻഡ് ഐ പേഴ്സണലി തിങ്ക് അങ്ങനത്തെ കഥാപാത്രങ്ങളെയും നമ്മൾ ആൾക്കാരെ എഴുതുകയും അത് സ്ക്രീനിൽ വരികയും ഒക്കെ വേണം. പക്ഷെ അത് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലോ കയ്യടി കിട്ടുന്ന രീതിയിലോ ആവരുത്. ആളുകൾ കൈയടിക്കുന്നു, ഇത് റോങ് ആണ് എന്ന് തന്നെ ആയിരിക്കണം എൻഡ് ഓഫ് ദി ഡേ സിനിമ പറയുന്നത്. അല്ലാതെ ഇതാണ് ഹീറോയിസം എന്ന് പറയരുത് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻസും വരണം. മോശം ആൾക്കാരും സിനിമയിൽ കാണിക്കണം, അത് മോശമായിട്ട് തന്നെ കാണിക്കണം. ഗ്രേ ഏരിയയിലും ആൾക്കാർ വരണം. അല്ലാതെ ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് ഷീ ഷുഡ് ബി അവെയർ ഓഫ് എനിത്തിങ്, ഷീ ഷുഡ് ബി എംപവേർഡ്, ലൈക്ക് സോ കോൾഡ് ആ ഒരു വോക്ക് എംപവർമെൻറ്റ് വേണം. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആസ് ഇൻ അങ്ങനെ കാണിക്കണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടേ ഇല്ല. ഞാൻ വിചാരിക്കുന്നത് ഒരാൾ വർക്ക് ചെയ്യണ്ടെന്നും അത്ര ഒപ്പീനിയേറ്റഡ് അല്ലാത്ത ആൾക്കാരും ഉണ്ട്, അത്ര ഒപ്പീനിയൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെപ്പോഴും ഒപ്പീനിയൻസ് പറയുന്ന ആളായിരിക്കണം, ഒരു അനീതി കണ്ടാൽ അപ്പം തന്നെ പ്രതികരിക്കും, അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എല്ലാത്തരം ആൾക്കാരെയും നമുക്ക് കാണണം. ആർട്ട് ഒരു ഭയങ്കര ഫ്രീ സ്പേസ് ആയിരിക്കണം. എൻഡ് ഓഫ് ദി ഡേ ആർട്ട് ഇസ് എ റെവല്യൂഷൻ ഫോർ ഷുവർ, അറ്റ്ലീസ്റ്റ് ഫോർ മീ.
ആൻഡ് അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം അത്. പക്ഷേ നമ്മൾ ഫോഴ്സ്ഡ് ആയാൽ നമുക്ക് ഒറിജിനാലിറ്റി പോകും, ആൻഡ് ദാറ്റ്സ് വെരി ബോറിങ്. ആർട്ടിന് എപ്പോഴും ഐസ്തെറ്റിക്സ് കീപ്പ് ചെയ്യും കൂടെ വേണമല്ലോ. അപ്പം ഗെറ്റ് സെറ്റ് ബേബി സെറ്റ് ഫോർ റിലീസ്. അതിന്റെ ത്രില്ലിലാണ്. അതിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ ഒരു മാറ്റമാണ് നമ്മളെല്ലാവരും കലയിലൂടെ ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.